തിരുവനന്തപുരം ഡൽഹി എയർ ഇന്ത്യ വിമാനത്തിന്റെ അടിയന്തര ലാൻഡിംഗ് കെ.സി. വേണുഗോപാൽ എം.പി ലോക്സഭാ സ്പീക്കർക്ക് അവകാശ ലംഘന നോട്ടീസ് നൽകി ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് സ്പീക്കറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു മണിക്കൂർ ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ക്യാപ്റ്റൻ ഇത് അനൗൺസ് ചെയ്യുന്നത്. ടെക്നിക്കൽ ഫെയിലിയർ ഉണ്ട്, റഡാർ ഫെയിലിയർ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഡൈവേർട്ട് ചെയ്ത് ചെന്നൈയിലോട്ടാണ് പോകുന്നത്. ആ സമയത്ത് ഞങ്ങൾ ബാംഗ്ലൂരിൻ്റെ മുകളിലാണ് ഉള്ളത്. നേരെ മറിച്ച് ഇത് പറഞ്ഞതിന് ശേഷം ക്യാപ്റ്റൻ പറഞ്ഞത് ഞങ്ങൾ ബ്രീഫ് ചെയ്യാം എന്താ കാര്യങ്ങൾ, അതൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ കേട്ടത് ലാൻഡ് ചെയ്യാൻ പോകുന്നതാണ്. ഈ 1.5-2 മണിക്കൂർ ആകാശത്തിട്ട് വട്ടമിട്ട് പറക്കുകയായിരുന്നു. എല്ലാവർക്കും ഇതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളൊന്നും അതിനകത്തിരിക്കുന്നവർക്ക് അറിയില്ലല്ലോ. ഫ്യൂവൽ എക്സ്പെൽ ചെയ്യാനാണോ അതുപോലെ മറ്റെന്തെങ്കിലും ആണോ ഒന്നും അറിയില്ലല്ലോ. അപ്പോൾ ഈ 2 മണിക്കൂർ സാധാരണക്കാരായ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ആകാശത്തിൻ്റെ മുകളിൽ ഈ ഒരു ഭീതിയുടെ അന്തരീക്ഷത്തിൽ നിൽക്കേണ്ട അവസ്ഥ വന്നു. പോട്ടെ, അതും പോട്ടെ. അത് കഴിഞ്ഞിട്ടാണ് ലാൻഡ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ലാൻഡ് ചെയ്യാൻ പോയിട്ട് ടച്ച് ചെയ്യാൻ പോകുന്ന തൊട്ട് മുമ്പേ വീണ്ടും ടേക്ക് ഓഫ് ചെയ്യണം. ആ ടേക്ക് ഓഫ് കാണുമ്പോൾ തന്നെ അറിയാം അബ്നോർമലായിട്ടുള്ളൊരു ടേക്ക് ഓഫാണത്. കാരണം അത് ചോദിച്ചപ്പോൾ അവിടെ ക്യാപ്റ്റൻ്റെ ക്ലാരിഫിക്കേഷനാണ് അവിടെ മറ്റൊരു എയർക്രാഫ്റ്റിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് മനസ്സിലായതുകൊണ്ടാണ് ടേക്ക് ഓഫ് ചെയ്യേണ്ടി വന്നതെന്ന്. ഇത് പറഞ്ഞത് വേറെ ആരുമല്ല. നിങ്ങൾക്ക് മനസ്സിലാക്കാം, അവിടെ ആ ഫ്ലൈറ്റിൽ ഞങ്ങളെ മാത്രമല്ലല്ലോ യാത്രക്കാർ. ഈ പ്രശ്നം എയർ ഇന്ത്യ പറഞ്ഞപ്പോൾ യാത്രക്കാരിൽ പലരും നിങ്ങൾ പറഞ്ഞത് തെറ്റാണെന്ന് എയർ ഇന്ത്യയോട് പറഞ്ഞു. ഞങ്ങൾ 5 എംപിമാർ പറഞ്ഞത് ഏതെങ്കിലും സർക്കാരിനെതിരായിട്ടുള്ള വികാരമാണോ? ഞങ്ങളൊരു സുരക്ഷാ കൺസേൺ അല്ലേ പറഞ്ഞത്. ഈ സുരക്ഷയുമായി കൺസേൺ അല്ലെങ്കിൽ ഞങ്ങൾ ആകെ ആവശ്യപ്പെട്ടതാണ് ഒന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. അല്ല, ട്രൂത്ത് നിങ്ങൾ പുറത്തു വന്ന് ആ കൺസേൺ ഇല്ലയെന്ന് പറയണം. ഇത് പറയേണ്ട ഉത്തരവാദിത്തം എംപിമാർക്കില്ലേ? തൗഫീഖ് തുടരുന്നുണ്ട്. തൗഫീഖ്, ഈ അവകാശ ലംഘന നോട്ടീസിൽ എന്തെല്ലാം കാര്യങ്ങളാണ് കെ.സി. പറഞ്ഞിരിക്കുന്നത്? ഈ വിഷയത്തിൽ അന്വേഷണം വേണമെന്നാണ് ഇപ്പോൾ സ്പീക്കറോടും അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രിക്കും അയച്ച കത്തിൽ കെ.സി. വേണുഗോപാൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ വിഷയത്തിൽ ആരെയും കുറ്റപ്പെടുത്താനല്ല നോക്കുന്നത്, പകരം ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു നടപടിയാണ് വേണ്ടത്. 1 മണിക്കൂർ ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാണ് ആ ക്യാപ്റ്റന്റെ അനൗൺസ്മെന്റ് ആ ഫ്ലൈറ്റിൽ ഉണ്ടായത്. നൽകുന്ന വിശദീകരണം എന്തുകൊണ്ട് യാത്രക്കാർക്ക് അന്ന് നൽകിയില്ല എന്ന് കൂടി കേസ് ചോദിക്കുന്നുണ്ട്. ലാൻഡിങ്ങിന് തൊട്ടു മുമ്പ് വീണ്ടും വിമാനം പറന്നുയർന്നു. ഇത് വലിയ രീതിയിലുള്ള ആശങ്കയ്ക്ക് ഇടയാക്കി യാത്രക്കാർക്കിടയിൽ. ക്യാപ്റ്റൻ തന്നെയാണ് പറഞ്ഞത് റൺവേയിൽ മറ്റൊരു വിമാനത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളത്. വിഷയം രാഷ്ട്രീയവൽക്കരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല എന്നുകൂടി കെ.സി. വേണുഗോപാൽ പറയുന്നുണ്ട്. സമാനമായ സംഭവങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. നിരവധി യാത്രക്കാരായിരുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്നത്. ഡൽഹിയിലേക്കുള്ള വിമാനമായിരുന്നു ഇത്. അത് പിന്നീട് വഴിതിരിച്ചു വിടുകയായിരുന്നു. വലിയ ആശങ്ക യാത്രക്കാർക്കിടയിൽ, ആശങ്കയും ഭീതിയുമെല്ലാം സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരു സമഗ്ര അന്വേഷണം വേണമെന്നും നടപടി വേണമെന്നുമാണ് ഇപ്പോൾ സ്പീക്കർക്കും കേന്ദ്രമന്ത്രിക്കും അയച്ച കത്തിൽ കെ.സി. വേണുഗോപാൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശരി, തൗഫീഖാണ് വിവരങ്ങൾ നൽകിയത്.